ഓ നീ എന്തിനാ ഈ മഴ നനയണത്? വീട്ടിൽ കയറി ഇരുന്ന് മടുത്തടേ. എന്ത് ഇവിടെ വന്ന് ഇത്തിരി ഇരുന്ന് തണുപ്പ് കൊണ്ട് തലയൊക്കെ ഒന്ന് തണുക്കിട്ടെന്ന് വിചാരിച്ചു. പെണ്ണുകൾ കിട്ടുമ്പോ ഓർക്കണം തലയ്ക്ക് സുഖമല്ല ആവുമെന്ന്. അല്ല നീ ഇതോടെ പോയേ? എടാ ഈ ഭയങ്കര കരിക്ക് മോശം. ഈ മഴയുടെ ഗ്യാപ്പിലെ യുവമാരങ്ങ് കരിക്ക് മൊത്തം വെട്ടി കിടക്കും. ഇത് അടത്തുന്നത് വെട്ടുന്നത് നമ്മളാരും കേൾക്കൂലല്ല. ഇതിന്റെ പേരിൽ കുറെ തെണ്ടികൾ വന്നിരുന്നുണ്ട്. ഭയങ്കര കരിക്ക് മോശം. അതുകൊണ്ട് യുവമാർ വെട്ടണ നോക്കാൻ പോയത്. ഇവിടെ ഭയങ്കര വെട്ടടാ. വെട്ടുവത്തെടുത്തിന് വാങ്ങി. അതുകൊണ്ട് ഞാൻ മിണ്ടാതെ വരിഞ്ഞു വന്നു. നമ്മളെ ചച്ചിയണ്ണന്റെ മക്കളല്ല, അതുകൊണ്ട് ഞാൻ വിട്ട്. നീ പറയണത് കേട്ട ഈ കിടക്കണ വാഴയും മഴ തെങ്ങും തോപ്പല്ല നിന്റെ സ്വന്തം പക പോലല്ലേ നീ പറഞ്ഞു? ഇല്ലടാ, യുവമാര് വെട്ടണ കൂട്ടത്ത് ഞാനും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ. കയ്യിലെന്താടാ നിന്റെ? ഡേ ഒന്നും പറയണ്ടേ. ഞാൻ ഈ കോവിലോട്ട് കയറി പോവായിരുന്നു. ശശിന്റെ ഭാര്യ അവിടെ കയറി നിൽക്കുന്നു. അറിയാതെ എന്റെ കൈയൊന്നും അവരുടെ ദേഹത്ത് തട്ടിപ്പോയി. എവിടെയാണ് ശരിക്കും? എവിടെയാണ് നീ തട്ടിയത്? എവിടെയാണ് തട്ടിയതാ? എടേ നീ ഉദ്ദേശിക്കുന്ന സ്ഥലത്തൊന്നും അല്ലളിയാ. ഞാനുണ്ടല്ലേ ഇവിടെ ഈ സൈഡില് ചെറിയായിട്ട് ഞാൻ പോലും അറിഞ്ഞില്ല കേസ്. ആ തടിയം വന്ന് നീ എന്റെ ഭാര്യയെ കയറി പിടിച്ചില്ലടാന്ന് ചോദിച്ചോണ്ട് കയ്യെ പിടിച്ചൊരു തിരിപ്പ്. എന്റെ ഉയിര് പോയി. മറ്റവള് പോലും അറിഞ്ഞില്ലടാ ഞാൻ തട്ടിയ കേസ്. എടാ യവനൊന്നും ഈ നാട്ടിലല്ലടാ ജീവിക്കുന്നത്. എടാ നമ്മളെ KSRTC ബസ്സിൽ എന്തുമാത്രം പെണ്ണുങ്ങൾ കുത്തി നിറഞ്ഞ് അടിക്കണം. ഈ കണ്ടക്ടർ അങ്ങോട്ട് ടിക്കറ്റ് എടുക്കും, ഇങ്ങോട്ട് ടിക്കറ്റ് എടുക്കും. ഒന്നും ഓർത്തനും കണ്ട് പ്രതികരിക്കാനെ. ഈ ചെറുതായിട്ടൊന്നും തട്ടിയതിനാണ് അവനൊക്കെ. ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ ആൾക്കാര്. അയ്യോ നീ പറഞ്ഞപ്പോഴാണ് ആ കാര്യം ഞാൻ ആലോചിച്ചത്. അവന്റെ പെണ്ണുമ്പുള്ള തേരാപ്പാര KSRTC ബസ്സിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ട് പോണ ഞാൻ കണ്ടിട്ടുണ്ടാ. ഇവന്റെ അടുത്ത് നിന്ന് 2 വർത്താനം എനിക്ക് പറയണം. കയ്യേം പിടിച്ച് തിരിച്ചാ പന്നായി. നീ KSRTC ബസ്സിലൊക്കെ ഡെയിലി യാത്ര ചെയ്യാറുണ്ടല്ലേ? ഞാൻ പൊട്ടം തന്നെ ഉള്ളതും കൂടെ വാങ്ങിച്ചോണ്ട് വർത്താനം.